നെല്ലിയാമ്പതിയിലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം തന്നെ ചിരിയൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുണ്ടറ കുണ്ടർച്ചോല എന്ന വെള്ളച്ചാട്ടത്തിന് മുന്നിലാണ്. അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ ഞങ്ങൾ പോപ്സൺ ഗ്രൂപ്പിൻ്റെ എസ്റ്റേറ്റിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ നെല്ലിയാമ്പതിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ടിലെ റിസോർട്ട് അല്ലെങ്കിൽ വില്ലയിൽ വന്ന് താമസിക്കാൻ പോകുന്നത്. ഇപ്പോൾ റൂം ബുക്ക് ചെയ്യാനും പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടാണ്. വളരെ നല്ല ഗ്രൗണ്ട് പോലത്തെ ഒരു പ്ലേസാണ്. നല്ല രസമാണ്. അരുവിപ്പൂക്കളും ഒക്കെ ആയിട്ട് കുറേ പേര് ഗെയിമിലാണ് കണ്ണ് കെട്ടിയിട്ട്. അപ്പോൾ എന്താ ഗെയിം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടുന്ന് കണ്ണ് കെട്ടിയിട്ട് അവരുടെ കൂടെ അസിസ്റ്റൻ്റ് അല്ല ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാളാണ് കണ്ണ് കെട്ടുക. എന്നിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ അവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ചായ വെച്ചിട്ടുണ്ട്. അത് കുടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പോകണം. അതാണ് ഗെയിം. ഞങ്ങൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. നല്ല എൻജോയ്മെന്റ്. കുറെ അരളിപ്പൂക്കളിലെ കുറെ ഫോട്ടോ. ഇല്ല തോന്നുന്നു. എന്നാലും ഒരു ചെയർ സെറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഫുൾ ലോണാണ് താഴെയൊക്കെ. പിന്നെ താഴത്ത് നോക്കുകയാണ് യൂക്കാലിപ്സിൻ്റെ മരങ്ങളും ഒരു സൂപ്പർ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു സൂപ്പർ ഫോട്ടോ ആണ്. ഫോട്ടോ അല്ല, അപ്പോൾ ഞങ്ങൾ വില്ലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇതേപോലെ സ്ലോപ്പായിട്ട് ഏരിയ ഞാൻ ചാടി ഓടി പോട്ടെ. Finally, we reached our destination. അപ്പോൾ ഇൻഡോർക്ക് കയറിയിട്ടില്ല. പുറത്തൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഇവിടെ ജനലും ബാമ്പു തോന്നുന്നു. ഇവിടെ ഒരു കാടാണ്. പിന്നെ അവിടെ ഇട്ട് ടേബിളൊക്കെ ഉണ്ട്. നമുക്ക് ഇൻഡോറിൽ കയറി നോക്കാട്ടോ. നമ്മുടെ വീടിനുള്ളിൽ കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ വീട്. നല്ലൊരു വീതിയുള്ള ബെഡ്. പിന്നെ ഇതാ TV ഉണ്ട്, ലാമ്പ് ലൈറ്റ്. പിന്നെ നമുക്ക് ബാത്റൂം നോക്കിയിട്ട് വരാം. അതിന് തൊട്ട് അവിടെ തന്നെ ഒരു മിററുണ്ട്. കുഴപ്പമില്ലാത്ത ബാത്റൂം തന്നെയാണ്. പ്രത്യേകിച്ച് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. സാധാ ബാത്റൂം. AC ഇടുന്നവരുടെ ആവശ്യം. നല്ല തണുപ്പാണ്. അപ്പൊ രാവിലെ ആയി കഴിഞ്ഞു. അതേ തണുപ്പ് തന്നെയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. മൂക്കൊക്കെ അടച്ചിരിക്കുക. രാവിലെ നീച്ച് ചായ വന്നിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാ കാണുന്നത് എല്ലാ സ്ഥലങ്ങളും ഉണ്ട്.
ഫാം ഉണ്ട്, അത് കാണാൻ പോകണം. അപ്പൊ ഞങ്ങള് ഫാമിക്ക് പോവാണ്. ഫാം ഹൗസ് എത്തിക്കഴിഞ്ഞു. ഇതാണ് ഗേറ്റ്. ഞങ്ങള് കുറെ മൃഗങ്ങളെ കാണാൻ പോവാണ് ഇവിടെ. അപ്പൊ ഫാമിന്റെ ഉള്ളിലേക്ക് കയറി ഞങ്ങള്. ഇവിടെ ഒരു കോഴി, ആദ്യമായിട്ട് കോഴീനെ ഞങ്ങൾ കണ്ട. ടിക്കറ്റ് എടുക്കണുള്ളൂ. അതെ, ഇവിടെ ഒരു ഫാം ഉണ്ട്. കൊറേ ടർക്കി, താറാവൊക്കെ ആയിട്ട് ഇതാ ഭക്ഷണമായിട്ടാണ്. പലതരം പ്രാവുകളുണ്ട്. ഇതൊരു കോഴി, ഇത് ടർക്കിയാണ്, താറാവാണ് തോന്നുന്നത്. താറാവല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ കൊറേ കാപ്പിക്കുരു ഉണക്കാട്ടിട്ടുണ്ട്, കൊറേ ഉണ്ട്. ഇതാണ് കേട്ടോ കാപ്പിക്കുരു. ഇത് അപ്പൊ ഇപ്പുറത്തായിട്ട് ആടിന്റെ ഒരു സ്ഥലമുണ്ട്. ആടുകളുടെ ഒരു സ്ഥലം. പിന്നെ കണ്ടില്ലേ എമ്മു ഒന്നാണല്ലോ തോന്നുന്നു. ഇവിടെ മുഴുവൻ ആട്. അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം തോന്നുന്നു, അതോ മനുഷ്യർക്ക് ഇരിക്കാനാണ്. എമ്മുവിന്റെ ഒരു സ്ഥലം ഇതാ, 4 ഉണ്ട്. ഒരു സൈഡില് കറുത്ത കോഴികളും ഒരു സൈഡില് പ്രാവുകളും. ഇപ്പുറത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ, അമ്പലം. ഇപ്പുറത്തൊരു കുളമുണ്ട്, നിറയെ അരയണങ്ങളാണ് ഇവിടെ. നല്ല ഭംഗി കാണാൻ. ഇപ്പുറത്തൊരു എമ്മ ഉണ്ട്. അതാ, നമുക്ക് അതിന്റെ ഭക്ഷണം കഴിക്കണം നോക്കാം. ഓക്കെ, എന്ത് വലുത്, ചാക്ക് കെട്ടി വെച്ചപ്പോ. ഭക്ഷണം കഴിക്കാൻ പോവാണ്, കഴിച്ചോണ്ടിരിക്കുകയാണ്. ബിരിയാണിയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് കളിച്ചു. അതിനുശേഷം ഇതാ വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് റൂമിൽ നിന്ന്. പിന്നെ പോണ വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. പോത്തുണ്ടി ഡാമിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു വിഷമുണ്ട്. നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇതെല്ലാം അപ്പം ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തു. കീയൊക്കെ കൊടുത്തു. പിന്നെ സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞു. ആകെ നല്ല വിഷമമുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് മല ഇറങ്ങണം. പിന്നെ അവിടെ ഗാർഡനൊക്കെ ഉണ്ട്, അങ്ങോട്ട് കയറണം. വെജിറ്റബിൾ ഫാമും ഓറഞ്ച് ഫാമിലൊക്കെ കയറണം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോത്തുണ്ടി പോവും, സമയം കിട്ടുകയാണെങ്കിൽ മാത്രം. കാരണം അവിടെ വൈകുന്നേരം വരെ ഉള്ളൂ സമയം, കയറാനുള്ള സമയം. എന്തായാലും അടിപൊളി ടൂറായിരുന്നു ഇത്. നല്ലൊരു റിസോർട്ട്. ഗേറ്റ് അടച്ചല്ലോ. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾ കോട്ടേജിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റ് മുഴുവൻ ഇവിടുന്നൊരു ഒരു മല കഴിഞ്ഞാൽ നേരെ എല്ലാവിടെയും കാണാൻ പറ്റും. ബൈ ഗ്രീൻലാൻഡ് ഹൗസ്.